180 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഡേ 21 ആയിരുന്നു. ഇന്ന് നല്ലൊരു മോർണിംഗ് ആയിരുന്നു. ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ കുറേ നേരം ജേർണൽ ചെയ്തു. എൻ്റെ കൂടെ കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു, മെഡിറ്റേറ്റ് ചെയ്തു. എന്നോട് തന്നെ കുറേ നല്ല അഫർമേഷൻസ് പറഞ്ഞു. ഇന്നത്തെ ദിവസം തന്നതിന് ദൈവത്തോട് താങ്ക് യു പറഞ്ഞു. എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന എൻ്റെ ബോഡീനോട് താങ്ക് യു പറഞ്ഞു. ഇന്ന് നല്ലൊരു മോർണിംഗ് ആയിരുന്നു എനിക്ക്. ഹായ് എവ്രി വൺ. ഇന്ന് നല്ലൊരു മോർണിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ കുറേ നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. രാവിലെ എണീറ്റ് റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഫ്രഷായി. പിന്നെ ഞാൻ കുറച്ച് നേരം ജേർണൽ ചെയ്തു, കുറച്ച് നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി വേണം എനിക്ക് പഠിക്കാൻ പോവാൻ. ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 21 ദിവസമായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര പെട്ടെന്നാണെന്നറിയാം ദിവസങ്ങൾ പോകുന്നത്. എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഞാൻ എൻ്റെ ചലഞ്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്, അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്, ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്നാലും ഉണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് രാവിലെ. ഇനി മുതൽ എനിക്ക് ഉറങ്ങുന്ന ടൈമും എണീക്കുന്ന ടൈമും ഒന്ന് പ്രോപ്പർ ആക്കാനുണ്ട്. പിന്നെ എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഞാൻ ഇത്ര കാലം അൺഹെൽത്തി ആയിട്ടുള്ള വേയിലൂടെയൊക്കെയാണ് വെയിറ്റ് കുറച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഞാൻ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, പറ്റുന്ന പോലെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എൻ്റെ ഫിറ്റ്നസ് ആയിരുന്നു. എനിക്ക് ഈ വർഷം തീരുമ്പോഴെങ്കിലും എൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു വേർഷനെ കാണണമെന്നാണ്. സോ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. എൻ്റെ 2 കിലോ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞ 20 ദിവസം കൊണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ കാണാനുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വലിയ കാര്യമാണ് എനിക്ക്, കാരണം ഭയങ്കര മടിയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയില്ല എന്നുള്ളൊരു തോന്നലോ എന്തൊക്കെയോ ഒരു സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഓരോ ദിവസം ചെയ്യുന്നത്. ഇനിയും കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വേണം എനിക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ, പഠിക്കാൻ, വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അതൊക്കെ ചെയ്തിട്ട് വേണം വൈകുന്നേരം വീഡിയോ എടുക്കാൻ. സോ ഐ എം സോ ഹാപ്പി. ഐ എം ഫീലിംഗ് സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഹെവി ആയിരുന്നു. ഞാൻ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറേ നേരം ഇരുന്ന് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കി എന്നോട് സംസാരിച്ച് എന്നെ ഒന്ന് കംഫർട്ടാക്കി ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ. സോ ഇന്നത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അൺകംഫർട്ടബിൾ ആയിരുന്നു, ഫിസിക്കലി മെൻ്റലി ഒക്കെ ഇച്ചിരി ടയേർഡായിപ്പോയി. ഒരുപാട് സെൽഫ് ഡൗട്ട് വന്നു, ഒരു തരം പേടി ഉള്ളിലിങ്ങനെ വരികയാണ്. എന്നെക്കൊണ്ട് പറ്റുമോ, എനിക്ക് എൻ്റെ ഡ്രീമിൽ എത്താൻ പറ്റുമോ, ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒരുപാട് സ്കിൽസ് ബിൽഡ് ചെയ്യാനുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് തെറ്റ് വരുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഡംബായിട്ടൊക്കെ ഫീൽ ചെയ്യുക, ഭയങ്കര സങ്കടം വരിക. പക്ഷെ എനിക്കറിയാം ഇതൊക്കെ ഒരു ഗ്രോത്തിൻ്റെ പ്രോസസ്സെന്ന് എനിക്കറിയാം. എന്നാലും ഇന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. എനിക്ക് നല്ല അൺകംഫർട്ടബിളായിരുന്നു. എന്നാലും ഞാൻ എനിക്ക് വേണ്ടി തന്നെ നിന്നു, ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. അതിൽ ഞാൻ ഒരുപാട് പ്രൗഡാണ്. സോ ഇത്രയും ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡ് നമ്മളിങ്ങനെ ലിമിറ്റ് ചെയ്ത് വെക്കും. നമ്മളടുത്ത് പറയും നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് കഴിവില്ല എന്നൊക്കെ. പിന്നെ നമുക്കിങ്ങനെ ഓരോ റീസൺസ് ഒക്കെ കാണിച്ചു തരും. പക്ഷെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്, നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക, നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക, നമ്മളെ സ്നേഹിക്കുക. പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ കുറേ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്തു. ഞാൻ എപ്പോഴും എന്നെ അൺകംഫർട്ടബിൾ ആക്കിയിട്ട് മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കുന്നൊരു സ്വഭാവം, ഒരു പാറ്റേൺ എനിക്കുണ്ട്. ഞാൻ ഇന്ന് റിയലൈസ് ചെയ്തു, ഞാൻ ഇന്നൊരു തീരുമാനം എടുത്തു. ഇനി മുതൽ ഞാൻ എന്നെ കംഫർട്ടബിൾ ആക്കും. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ഞാനാണ്. ഞാൻ എന്നെ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ ടൈമും എനർജിയൊക്കെ ഞാൻ എന്നിൽ വേണം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. എന്നെ കെയർ ചെയ്യാത്ത, അല്ലെങ്കിൽ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന, ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി വരണമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരുപാട് റിയലൈസേഷൻസ് കിട്ടിയൊരു ദിവസമാണ്. കുറച്ച് ഹെവി ആയിരുന്നു, എന്നാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഞാൻ ഈ ദിവസം എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ ധൈര്യം കാണിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ധൈര്യം കാണിക്കുക. നമ്മളൊക്കെ മരിച്ചു പോകും, അതുകൊണ്ട് അതിനു മുന്നേ ഒരു തവണയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക.
അതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. ഞാൻ എന്നോട് അതാണ് ഇന്ന് പറഞ്ഞത്. പിന്നെ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അതിനകത്ത് എഴുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വിത്ത് നട്ടാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ പറ്റില്ല, സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര കണക്റ്റായി. ഞാൻ ഇപ്പം എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 21 ദിവസമായിട്ടുള്ളൂ. എനിക്ക് പറ്റുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളും പ്രഷറൊക്കെ വരുന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ, തോറ്റു പോകുന്നുള്ളൊരു തോന്നൽ, ഒരുപാട് സങ്കടം, ഇൻസെക്യൂരിറ്റി, ഒരുപാട് ഇമോഷൻസ് വരിക. അപ്പോൾ എനിക്ക് തോന്നുക ഇതൊക്കെ നിർത്താം, ഇതൊന്നും വർക്കാവില്ല, അങ്ങനെയൊക്കെ മൈൻഡിൽ വന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ വായിച്ച ഈ കാര്യം എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. ഞാൻ റിയലൈസ് ചെയ്തു, ഓക്കെ, ഇതെൻ്റെ ബിഗിനിങ് സ്റ്റേജാണ്. ഞാൻ പുതിയ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ വരുത്തിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. പതുക്കെ പഠിക്കുക, ഗിവപ്പ് ചെയ്യാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് പഠിക്കുക. ഒരു നാണക്കേട് വിചാരിക്കേണ്ടെന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് എന്നെ കംഫർട്ടാക്കി. അങ്ങനെയാണ് ഞാനിപ്പോൾ പോകുന്നത്. നല്ല അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് ഞാൻ നല്ലോണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡാണ്. കാരണം ഇത്രയൊക്കെ ഫീലിങ്സ് വന്നിട്ടും ഗിവപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ടല്ലോ. മുന്നേ ഇതിൻ്റെ ഒരു അംശം പോലും ഫീൽ ചെയ്ത് അപ്പോൾ ഇട്ടിട്ട് ഓടുന്ന ഒരാളായിരുന്നു ഞാൻ ഒന്നും ചെയ്യില്ല, കംഫർട്ട് സോണിന് പുറത്തിറങ്ങില്ല. പക്ഷെ ഇപ്പം ഞാൻ എത്ര അൺകംഫർട്ടബിൾ ആയാലും ഓരോ ദിവസം എന്നെ തന്നെ എൻകറേജ് ചെയ്ത് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഹീൽ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കാണുമ്പോൾ ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഈ പേഴ്സണെ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് എൻ്റെ മിസ്റ്റേക്സ് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പാറ്റേൺസ് മനസ്സിലാവുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ സക്സസ്ഫുള്ളി ഈ ദിവസം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. Thank you so much for your valuable time, and thank you so much for your support. It means a lot. Thank you so much, and I love you all. Bye.